എം ഐയുടെ സെറ്റുകളിൽ EMMC ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് NV ഡാറ്റ കറപ്റ്റഡ്. അത് റിക്കവറി മോഡിലേക്ക് വന്നിട്ട് ഏറ്റവും താഴെയായിട്ട് NV ഡാറ്റ കറപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം അൺലോക്ക് ടൂൾ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ആദ്യം ഈ കണ്ടീഷനിൽ സെറ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. സെറ്റ് ഓൺ ആവുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സെറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ സെറ്റ് ഉണ്ടാവുക. ഇതാ ഏറ്റവും താഴെ കണ്ടില്ല NV ഡാറ്റ കറപ്റ്റഡ് എന്നുണ്ടോ, NV ഡാറ്റ കറപ്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ അല്ലേ, കാണില്ലേ, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ റിക്കവറി മോഡിൽ വന്നിരിക്കും. ഇതാണ് NV ഡാറ്റ കറപ്റ്റഡ്. അപ്പോൾ ഇതിൻ്റെ ഫിക്സിംഗ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ഓഫ് ആക്കിയതിന് ശേഷം EDL മോഡിൽ കണക്ട് ചെയ്യാം. EDL മോഡ് എന്ന് പറയുമ്പോൾ ടെസ്റ്റ് പോയിന്റ് ഷോർട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള ജസ്റ്റ് നോക്കാം. കണക്ട് ചെയ്യുമ്പോൾ ഡ്രൈവർ എടുക്കുന്നത് ശ്രദ്ധിക്കട്ടോ. ഇതാണ് ഇതിന്റെ ടെസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, രണ്ട് കണക്ഷൻസ് കാണണ്ടോ? ഓക്കെ, ഈ രണ്ട് ഷോർട്ട് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് കേബിൾ കണക്ട് ചെയ്യാം. അപ്പോൾ അത് EDL ആവുന്നത് കണ്ടിട്ടുണ്ടാവും. ഇതാ EDL ആയി, റെഡി. ഓക്കെ, ഇനി നമ്മൾ EDL ആയതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഇത് സെറ്റ് ഓൺ ആവുന്നുണ്ടോ, ഇതിൻ്റെ IMEI ഏരിയക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ YPFS കൊടുക്കാം. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ദിസ് വിൽ റൈസ് യുവർ ഫോൺ EFS. EFS എന്ന മെയിൽ ഫയലാണ്, മെയിനായിട്ട് വരുന്നൊരു ഫയലാണ് EFS. അത് ഇറേസ് ചെയ്യാൻ പോവാണ്, സെറ്റിൻ്റെ IMEI പോകുന്നൊക്കെ ഇവർ പറയും. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ IMEI ഏരിയ നമ്മൾ ഇറേസ് അടിക്കും. IMEI ഏരിയയിൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് ആ ഏരിയ ക്ലിയർ ചെയ്യണം. അപ്പോൾ EFS എന്താണെന്ന് മനസ്സിലായില്ലേ? IMEI ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ആണ് EFS. അത് ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ഓൺ ആവുണ്ടാവും. റിക്കവറി മോഡിലാണ് ഇപ്പോൾ സെറ്റ് ഉള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ റിക്കവറി മോഡ് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവറി മോഡ് തന്നെ പിന്നെ വരാം. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഇത് ചെയ്യാണ്, ഒന്നും കൂടെ റീസ്റ്റാർട്ട് അടിച്ച് നോക്കാം ഓൺ ആവുന്നുണ്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ENG ഫേംവെയർ ഇട്ട് ഫ്ലാഷ് ചെയ്യാം, ഓൺ ആവും. ശരിക്ക് എക്സാക്ട് ഫയലാണ് മുന്നതിൽ ഫ്ലാഷ് ചെയ്തതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സെറ്റ് ഓൺ ആവും. ലോഗോയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ENG ഫേംവെയർ ഇട്ട് ഫ്ലാഷ് ചെയ്യണം. ENG ഫേംവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിയിൽ ഈ സെറ്റ് ഫസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഫാക്ടറിയിൽ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന സാംസങ്ങിന്റെ കോമ്പിനേഷൻ ഫയൽ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേൾക്കുക, ഇത് ഓൺ ആവുന്നുണ്ട് സെറ്റ്. സാംസങ്ങിന്റെ ഒരു ഫാക്ടറി ഫയൽ ഉണ്ട്, അതാണ് കോമ്പിനേഷൻ ഫയൽ. അതേപോലെ MIക്കും ഒപ്പോക്കും വിവോക്കും ഒക്കെ വരുന്നുണ്ട് എഞ്ചിനീയറിംഗ് ഫയൽ, ENG ഫയൽ എന്ന് പറയും. അപ്പോൾ ആ ENG ഫയൽ നമ്മൾ ഉപയോഗിക്കുന്നത് IMEI റൈറ്റ് ചെയ്യാനാണ്, മനസ്സിലല്ലേ? അതിന്റെ ആ ഒരു ഏരിയ ആക്സസ് ചെയ്യാനാണ് നമുക്ക് ആ ഫയൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് IMEI ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെറ്റ് പോണായില്ലേ? സെറ്റ് ഓൺ ആവാതിരിക്കാനുള്ള കാരണം രണ്ട് IMEI ഉള്ളതുകൊണ്ടാണ്. EMMC ചേഞ്ച് ചെയ്ത രണ്ട് IMEI ഇൻവാലിഡാ, ഒരേ IMEI പറ്റുള്ളൂ. നമുക്ക് സ്റ്റാർ ഹാഷ് എടുക്കാം, *#06#. അപ്പൊ IMEI എന്താണ്? രണ്ട് IMEI എന്താണ്? 0 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ IMEI 1 IMEI 2 ഇവിടെ ഉണ്ടാവുന്നിടത്തോളം കാലം EMMC ചേഞ്ച് ചെയ്തിരിക്കുന്ന MI സെറ്റുകൾ ശരിക്ക് വർക്ക് ചെയ്യൂല, ഓൺ ആവില്ല.
എന്ത് എറർ വരും? NV ഡാറ്റ കറപ്റ്റഡ്. റെഡിയല്ല? അപ്പോൾ ഈ NV ഡാറ്റ കറപ്റ്റഡ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ IMEA2 മാത്രം റൈറ്റ് ചെയ്ത് കൊടുക്കാം. MAയുടെ ഒരു സെക്യൂരിറ്റിയാണ് IMEA1 വരില്ല എന്നുള്ളത്. അപ്പോൾ IMEA2 മാത്രം നമ്മൾ റൈറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ENG ഫേംവെയർ ഇതിലേക്ക് ഫ്ലാഷ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ EDL മോഡ് ആക്കാം. സെറ്റ് EDL മോഡ് ആക്കുകയാണ്. ഓക്കെ, EDL മോഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ കാണിച്ചതുപോലെ ടെസ്റ്റ് പോയിന്റ് എന്ത് ചെയ്യാം? ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ടെസ്റ്റ് പോയിന്റ് നമ്മൾ ഷോർട്ട് ചെയ്തു. ടെസ്റ്റ് പോയിന്റ് ഇപ്പോൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിവൈസ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാൾക്കം മോഡ് വന്നില്ലേ? ക്വാൾക്കം മോഡ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ക്വാൾക്കം കണ്ടോ? ക്വാൾക്കം വന്നതിന് ശേഷം ഇവിടെ ഇതിൻ്റെ ഫേംവെയർ കാണിക്കണം. ഡൗൺലോഡ്സിൽ കംപ്രസ്ഡിൽ പോയോക്കാം. കംപ്രസ്ഡിനകത്ത് ENG ഫേംവെയർ കണ്ടോ? ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? Redmi 7A ENG നിറച്ചാൽ മതി. Redmi 7A ഏതാണോ സെറ്റ് അത് കേട്ടോ, ENG ഫേംവെയർ നടിക്കുക. ഓക്കെ, അപ്പോൾ ENG ഫേംവെയർ വരും. ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ഒന്നുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആവും. നോക്കിക്കോ. അപ്പോൾ ENGന്റെ ഫുൾ ഫോം എന്താ? എഞ്ചിനീയറിംഗ് ഫയൽ അല്ലെങ്കിൽ ഫാക്ടറി ഫയൽ കേട്ടോ. IMEA റൈറ്റ് ചെയ്യാനത് വേണം. കാരണം ഈ മോഡിലാണ് ഈ ഫയൽ ഇട്ടാലേ അതിൽ ഡയാഗ് മോഡ് ഓൺ ആവുള്ളൂ. അപ്പോൾ എന്താണ് ഡയാഗ് മോഡ്? നമ്മളിപ്പോൾ കാണിച്ചു തരാം എന്താണ് ഡയാഗ് മോഡ് എന്നുള്ളത്. ഡയാഗ് മോഡിലാണ് IMEA റൈറ്റ് ചെയ്യുക. ക്വാൾക്കം സെറ്റുകൾ IMEA റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇത് ഓൾറെഡി നമ്മുടെ അടുത്തുണ്ട്. ക്യാൻസൽ അടിക്കാണ് കേട്ടോ. ഓൾറെഡി ഉണ്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ENG ഫേംവെയർ ഉണ്ട്. അത് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. ലോഡ് കൊടുക്കാം. അപ്പോൾ ENG ഫേംവെയർ ഇവിടെ ലോഡ് ആയിട്ടുണ്ട് കേട്ടോ. സീൽ യൂസേഴ്സിൽ ഡൗൺലോഡ്സിൽ ഇങ്ങനെ വന്നിട്ട് ENG ഫേംവെയർ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഫ്ലാഷ് കൊടുക്കും. അപ്പോൾ ഇതിനകത്തേക്ക് ഇപ്പം എന്ത് ഫയലാണ് കയറുക? ഫാക്ടറിയിൽ ചെക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഫയൽ. അപ്പോൾ നമുക്ക് ടെക്നീഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് ആവശ്യമുള്ള ഫയലാണ്. കസ്റ്റമർക്ക് ഒന്നും മനസ്സിലാവില്ല ഈ ഫയൽ ഇട്ടാൽ. കോൾ ചെയ്യാനും ഇതിനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് ഫാക്ടറി ഫയലാണ്. പ്യുവർ റിപ്പയറിങ്ങിന് വേണ്ടി മാത്രമുള്ള ഫയലാണ്. എന്ത് ഫയൽ? ENG ഫയൽ അല്ലെങ്കിൽ ഫാക്ടറി ഫയൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫയൽ കേട്ടോ. അപ്പോൾ ഈ ഫയൽ ഇട്ട് ഫ്ലാഷ് ചെയ്യണം ഫസ്റ്റ്. എന്നാലാണ് IMEA റൈറ്റ് ആവുക ക്വാൾക്കം സെറ്റുകളിൽ. ഇനി ചില സെറ്റുകൾക്ക് ഡയാഗ് മോഡ് കോഡ് ഉണ്ട്. ഡയാഗ് മോഡ് കോഡ് ഇപ്പോൾ Redmi 7 ആണ്. Redmi 7 ചില സെറ്റുകളിൽ അത് വർക്ക് ചെയ്യും. പഴയ സോഫ്റ്റ്വെയർ വെർഷനിൽ വർക്ക് ചെയ്യും. Redmi 7 ഡയാഗ് മോഡ് കോഡ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്റ്റാറാഷ് 4636 ##. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാറാഷ് 771 അങ്ങനെ ഒരുപാട് കോഡുകളുണ്ട്. ഫോണിൽ MTK ചില സെറ്റുകൾക്കൊക്കെ സപ്പോർട്ട് ഉള്ളത്. ഫോണിൽ റൈറ്റ് ആണ്. MTK സെക്യൂരിറ്റി കുറഞ്ഞ സെറ്റുകൾ അതിൽ റൈറ്റ് ചെയ്യാം. അങ്ങനത്തെ റൈറ്റ് ചെയ്യുന്നത് ചിലത് ഫോർമാറ്റ് ചെയ്താൽ പോകും. അപ്പം ഇങ്ങനെ ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. അത് എക്സാക്ട് റൈറ്റിംഗ് ആണ്. അപ്പം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. ഡയാഗ് മോഡ് ഓൺ ആക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഡയാഗ് മോഡ് എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും കൂടെ റെഡി ആവും. അപ്പോൾ നമ്മൾ ഈ ഫ്ലാഷിങ് ഫിനിഷ് ആയതിനു ശേഷം ഡയാഗ് മോഡ് കാണിച്ചു തരാം. ഡയാഗ് മോഡ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ ഇവിടെ ഡ്രൈവർ ഉണ്ടാവും. ഈ ഡ്രൈവറിന് പകരം എന്ത് വരും? ക്വാൾക്കം ഡയാഗ് ഡ്രൈവർ വരും. ഓക്കെ, ഈ ഡയാഗ് ഡ്രൈവർ ഓൺ മോഡിലാണ് വരിക കേട്ടോ. സെറ്റ് ഓൺ ആയിരിക്കുമ്പോഴാണ് വരിക. ഓഫ് മോഡ് ഡ്രൈവർ ഏതാ? QD ലോഡർ. ഓൺ മോഡ് ഡ്രൈവർ ഡയാഗ്. ഡയാഗ് ഡ്രൈവർ എന്തിനാ ഉപയോഗിക്കുക? IMEA പെർമനന്റ് റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോഡാണ് ഇത് ഡയാഗ് മോഡ്. IMEA റൈറ്റിംഗ് മോഡാണ് ഡയാഗ്. ക്വാൾക്കമിന്റെ IMEA റൈറ്റിംഗ് മോഡാണ് ഡയാഗ് മോഡ്. അപ്പോൾ EMC ചേഞ്ച് ചെയ്ത സെറ്റുകൾക്കാണ് ഇത് ഇങ്ങനെ ചെയ്യേണ്ടതുള്ളത്. കാരണം അത് NV ഡാറ്റ കറപ്റ്റഡ് പറഞ്ഞിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ റൈറ്റ് ചെയ്യണം. സെക്കൻഡ് IMEA റൈറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കത് ഓൺ ആക്കി നോക്കാം. എങ്ങനെ?
നമ്മൾ ഓൺ ആക്കുന്നുണ്ട്. ഇതാ നോട്ട് 6 പ്രോയിലൊക്കെ നോട്ട് 6 പ്രോയിൽ നോട്ട് 8ന്റെ ഇതിടാം, EMC ഇടാം. നോട്ട് 6 പ്രോയിൽ വർക്ക് ചെയ്യും 2 IMEI വർക്ക് ചെയ്യും. ഈ റെഡ്മി 7 MI പ്ലേ ഉണ്ടല്ലോ, കട്ടായിക്കോ. MI പ്ലേയിലൊന്നും എന്ത് ചെയ്യൂല, ഒരു IMEI വർക്ക് ചെയ്യുള്ളൂ, സെക്കൻഡ് IMEI. ആൻഡ്രോയിഡ്. ഇതാണ് ഈ ഫയലിന്റെ പ്രത്യേകത. ഫയൽ നമ്മൾ മാറ്റിയല്ലേ, ഫാക്ടറി ഫയലാക്കി, ആൻഡ്രോയിഡ് എന്നായി. ചെറിയൊരു ഫയലാണ്. യൂസറിന് ഇത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല, കോൾ ചെയ്യാനൊന്നും പറ്റൂല. മനസ്സിലായല്ലേ? നമുക്ക് ചെക്ക് ചെയ്യാം. *#06#. ഇതിൽ IMEI ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. നമ്മൾ റൈറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മളിപ്പോ എന്താ ചെയ്തിട്ടുള്ളൂ, ജസ്റ്റ് സെക്യൂരിറ്റിയാണ് കുറച്ചു അല്ലെ. IMEI റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി കുറച്ചു, ENC firmware റൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. നോക്കിക്കോ, കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ ഡിവൈസ് മാനേജറിൽ ഡ്രൈവർ എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ഡിവൈസ് മാനേജറിൽ ഡ്രൈവർ എടുക്കുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ SD എന്ന ഡ്രൈവർ എന്നാണോ? ഇതിപ്പോ യെല്ലോ കളർ അല്ലേ? ഇത് ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇപ്പൊ? കറക്റ്റ്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എടുത്തില്ലേ? HSUSB ഡയഗ്നോസ്റ്റിക്. ഡയാഗിന്റെ ഫുൾ ഫോം ആണ് ഡയഗ്നോസ്റ്റിക്. മനസ്സിലായില്ലേ? ഡയാഗിന്റെ ഫുൾ ഫോം ആണ് ഡയഗ്നോസ്റ്റിക് മോഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഡയാഗ് മോഡിലാണ് നമ്മൾ എന്ത് ചെയ്യാം, IMEI റൈറ്റ്. ഇനി IMEI റൈറ്റ് ചെയ്യാൻ നമ്മൾ ഫ്രീ ടൂൾ പരിചയപ്പെടാം. നമുക്ക് IMEI റൈറ്റിംഗിന്റെ ഒരു ഫ്രീ ടൂൾ ഉണ്ട്, അതാണ് QFill ടൂൾ. QFill ക്വാൽക്കം ഫ്ലാഷ് ഇമേജ് ലോഡർ ഫ്രീ ആണ്. ഇതിന് എന്തൊന്നും വേണ്ട, ഇതിന് ഡോങ്കിൾ വേണ്ട. ഇങ്ങനെയാണ് ടൂൾ വരിക. ഇതാണ് ടൂള്. ഇനി ഇതിനകത്ത് വന്നതിന് ശേഷം ഈ സെലക്ട് പോർട്ട് എന്നുണ്ടോ, അവിടെ നമ്മൾ ഡയാഗ് പോർട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. ഇനി ഇവിടെ ഇപ്പൊ സെറ്റിന്റെ കണ്ടീഷൻ നോക്കുക. സെറ്റിന്റെ കണ്ടീഷൻ എന്താ ഇപ്പോ? ഇതാ *#06#. IMEI ഉണ്ടോ? റെഡി അല്ലേ? ശരിക്കും ശ്രദ്ധിക്കട്ടോ, IMEI ഇല്ല. ഇനി നമ്മൾ ഒരു ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു QCN ഉണ്ട്. ആ QCNന്റെ പ്രത്യേകത IMEI 2 മാത്രമേ ഉള്ളൂ. QCN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാൽക്കം കാലിബ്രേഷൻ നെറ്റ്വർക്ക്. QCN എന്ന് പറഞ്ഞാൽ QCN ക്വാൽക്കം വരുന്ന സെറ്റിലാണ് QCN വരാം. ക്വാൽക്കം കാലിബ്രേഷൻ നെറ്റ്വർക്ക്. ഇതിന്റെ പ്രത്യേകത ക്വാൽക്കം വരുന്ന സെറ്റുകളിൽ നെറ്റ്വർക്ക് കാലിബ്രേഷൻ ചെയ്യാനുള്ള ഫയൽ. ഓക്കെ, ടച്ച് കാലിബ്രേഷൻ കേട്ടില്ലേ? അപ്പൊ നെറ്റ്വർക്ക് കാലിബ്രേഷൻ ചെയ്യാനുള്ള ഫയലാണ് QCN. അപ്പൊ നമ്മൾ QCN ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ QCN ഫ്ലാഷ് ഇതിനകത്തേക്ക് ഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ ടൂൾസ് എന്നുണ്ടോ, അതിൽ വരാം ടൂൾസ്. എന്നിട്ട് QCN ബാക്കപ്പ് റീസ്റ്റോർ എന്നുണ്ടാവും. QCN ബാക്കപ്പ് റീസ്റ്റോർ, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത QCN കാണിച്ചു കൊടുക്കുക. ഇവിടെ ഡൗൺലോഡ്സിനകത്ത് ഇവിടെ ഒരു QCN ഉണ്ട്. ഈ QCN ഒരു പ്രത്യേകത ഉണ്ട്. ഒന്നാമത്തെ IMEI 0 ആയിരിക്കും, രണ്ടാമത്തെ IMEI ഉണ്ടാവും. ഓക്കെ, റെഡി? അപ്പൊ ഈ QCN നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് റീസ്റ്റോർ QCN കൊടുക്കാം. ഇപ്പൊ ഇതിലേക്ക് QCN റൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. QCN റൈറ്റ് ആവുന്നതോടൊപ്പം ഈ QCN EFS രണ്ടും ഏകദേശം സെയിം പൊസിഷൻ ആണ്. അപ്പൊ റൈറ്റ് ആവുന്നതോടൊപ്പം സെക്കൻഡ് IMEI എന്താവും, ഇതിലേക്ക് റൈറ്റ് ആവും. ഫസ്റ്റ് IMEI ഉണ്ടാവൂല. ഫസ്റ്റ് IMEI ഇട്ടാൽ ഈ ഒരു സെറ്റ് ഓൺ ആവൂല. ചില സെറ്റുകൾ മാത്രമേ 2 IMEIയിലും EMS ചേഞ്ച് ചെയ്താൽ ഓൺ ആവുള്ളൂ. ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? QCN റൈറ്റിംഗ് കേട്ടോ. QCN റൈറ്റിംഗ് ഇതിന്റെ സെക്യൂരിറ്റി ഏരിയ ഇതവിടെ കാണിച്ച് റീസ്റ്റോർ സക്സീഡഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. റീസ്റ്റോർ സക്സീഡ്, അതായത് റീസ്റ്റോർ എന്തായി, സക്സസ് ആയി. ഇനി നമ്മൾ മൊബൈൽ ഒന്ന് റീസ്റ്റാർട്ട് അടിച്ചു നോക്കാം, വന്നിട്ടുണ്ടോ നോക്കണം. അപ്പോൾ ഇതിനൊരു കംപ്ലൈന്റ് ഉണ്ട്, ഓൺ ഓഫ് ബട്ടൺ ഒരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പോൾ ഇതിന് 20 വെച്ചിട്ട് ഷോർട്ട് ചെയ്യാണ്. പ്രശ്നമില്ലല്ലോ? ഓക്കെ, നമുക്കൊന്ന് റീസ്റ്റാർട്ട് അടിക്കണമെങ്കിൽ ഇത് വേണ്ടി വരില്ല. ഇനി നമുക്ക് IMEI വന്നിട്ടുണ്ടോ നോക്കാം. സെറ്റ് അല്ലേ? IMEI വന്നിട്ടുണ്ടോ? തിയററ്റിക്കലി വരണം, പ്രാക്ടിക്കലി വന്നിട്ടുണ്ടോ നോക്കാം.
ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. *##06# കേട്ടോ. ഒന്നാമത്തെ IMEI ഇല്ല, രണ്ടാമത്തത് വന്നിട്ടുണ്ട്. റെഡി അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ IMEI നമുക്ക് ഇനി സെറ്റ് ഓൺ ആവുണ്ടോ നോക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ IMEI ഇതിൻ്റെ ഒറിജിനൽ ആക്കി കൊടുക്കാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ ഒറിജിനൽ അല്ല ഈ IMEI. ഇപ്പോൾ ഇതാരോ അപ്ലോഡ് ചെയ്ത് വെച്ച QCNലുള്ള IMEI ആണ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഒറിജിനൽ നമുക്ക് ആക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെറ്റ് ഓൺ ആയിട്ട് നെറ്റ്വർക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ആദ്യം നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും ഇല്ല എന്നുള്ളത് കൺഫേം ആക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ MMC പുതിയ MMC ഇട്ടു, പിന്നെ അതിലേക്ക് ENG ഫേംവെയർ റൈറ്റ് ചെയ്തു, IMEI റൈറ്റ് ചെയ്തു. റെഡി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒറിജിനൽ ഫയലായിട്ട് ഫ്ലാഷ് ചെയ്യണം. കസ്റ്റമർക്ക് ഇത് ഉപയോഗിക്കണ്ടേ? അയാൾക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല, കസ്റ്റമർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതിലിപ്പോൾ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? കോളൊന്നും പോകില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഒറിജിനൽ IMEI ഇട്ടിട്ട് സെറ്റ് ഓൺ ആവുന്നുണ്ടെന്നുള്ളത്, ഒറിജിനൽ IMEI അല്ല, ഇതിലേക്ക് ഒറിജിനൽ ഫേംവെയർ റൈറ്റ് ചെയ്തിട്ട് സെറ്റ് ഓൺ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ TDL മോഡിൽ കണക്ട് ചെയ്യണം. TDL മോഡിൽ കണക്ട് ചെയ്യാണ്. നോക്കിക്കോ. പിന്നെ വേറെ കാര്യം, ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മളിപ്പോൾ ഓണാക്കിയ ഈ ഫയലില്ലേ, ഇതിൽ 2 IMEIയും കാണിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഒറിജിനൽ ഫയൽ ഇടുമ്പോൾ എന്താവും, എറർ വരും. ഏതെറർ? NV ഡാറ്റ കറപ്റ്റ്, നേരത്തെ കണ്ടില്ലേ? അപ്പോൾ ഒരു IMEI ഇട്ടിട്ട് ഓണാക്കാനുള്ള പരിപാടിയാണ്. നോക്കിക്കോ, ജസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഫ്ലാഷ് ചെയ്യണം. Qualcomm HS USB QD ലോഡർ വന്നിട്ടുണ്ട്. റെഡി അല്ലേ? Qualcomm HS USB QD ലോഡർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ഫയൽ ഇതിൽ കാണിച്ചു കൊടുക്കുക. Qualcommൽ വരിക, ഇവിടെ ഫയൽ ഇതിൻ്റെ പൈൻ എന്നുള്ള ഫയലാണ്, 7 എന്നുള്ള മോഡലാണത്. പൈൻ എന്നുള്ള ഫയലാണ്, പൈൻ. ഇതിൽ ഇതാണ് ഫയൽ, ഇതാ. ഓക്കെ, ലോഡ് കൊടുക്കാം. അപ്പോൾ ഈ അൺലോക്ക് ടൂളിൻ്റെ പ്രത്യേകത അവിടെ ഫയൽസ് ഒന്നും കാണിക്കില്ല. നമ്മൾ ജസ്റ്റ് ലോഡ് കൊടുത്താൽ മതി, അപ്പോൾ കാണിക്കും. കണ്ടോ, റോ പ്രോഗ്രാം 0 കാണിച്ചു. ഇപ്പോൾ ഇവിടെ ഫയൽസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പക്ക ഒറിജിനൽ ഫയലാണ്. ഫ്ലാഷ് കൊടുക്കുക. ഫ്ലാഷിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതാണ് പ്രൊസീജിയർ. ഈ കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ മതി. അപ്പൊ എന്താണ് QCN അതൊക്കെ അറിഞ്ഞിരിക്കണം. EFS എന്താ അറിഞ്ഞിരിക്കണം. EFS വൈപ്പ് ചെയ്താലാണ് സെറ്റ് ഓൺ ആവുക. മനസ്സിലായോ? QCN റൈറ്റ് ചെയ്താലാണ് IMEI വരിക. മനസ്സിലായല്ലേ? രണ്ടും വരും. QCN റൈറ്റ് ചെയ്താൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന QCN അനുസരിച്ചായിരിക്കും. സിംഗിൾ QCN ആണെങ്കിൽ, സിംഗിൾ IMEI QCN ആണെന്നുണ്ടെങ്കിൽ ഒരു IMEI QCN കിട്ടും. അപ്പൊ 2 IMEI റൈറ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റുകളിൽ Note 5 Pro, Note 6 Pro ഇതിലൊക്കെ 2 IMEI റൈറ്റ് ചെയ്യാം. അങ്ങനത്തെ സെറ്റുകളിലൊക്കെ. അപ്പൊ നമുക്ക് അങ്ങനത്തെ QCN ഇട്ടാൽ മതി. അപ്പൊ ഇതിനകത്ത് 2 IMEI സെറ്റ് നമുക്ക് മാറ്റാം. ഒറിജിനൽ ആക്കാൻ പറ്റും. അത് ഇതിലാക്കാൻ പറ്റും. ഒറിജിനൽ നമ്മുടെ അത് നമുക്ക് QC4 ചെയ്യാം കേട്ടോ. QC4 അത് ഒറിജിനൽ IMEI ആക്കാം. ഇതിന്റെ ബാക്കിൽ മിക്കവാറും IMEI ഉണ്ടായിരിക്കും. ഇതിന്റെ കവറിൽ ഉണ്ടാവും. അത് റൈറ്റ് ചെയ്തു കസ്റ്റമർ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാം. IMEI ഉണ്ട് റൈറ്റ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യം ഇന്നെന്താ ഓക്കെ, ഫ്ലാഷിങ് ഫിനിഷ് ആവാനിരിക്കുന്നുണ്ട്. ഇപ്പൊ സിസ്റ്റം ഫ്ലാഷിങ് കഴിഞ്ഞു. വെണ്ടർ ഇപ്പൊ യൂസർ ഡാറ്റ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കസ്റ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോഴും നമ്മളെ
ചെയ്തിരിക്കുന്ന ഡിവൈസ് എന്ന് പറയുമ്പോൾ ഈ മോഡലാണ്. ഇത് ഏതാണ് മോഡ്? EDL മോഡ്. നേരത്തെ നമ്മൾ IMEI റൈറ്റ് ചെയ്തപ്പോൾ ഏത് മോഡിലാണ് റൈറ്റ് ചെയ്തത്? ഡയാഗ് മോഡ് കേട്ടോ, മറക്കരുത്. ഇനി മറക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ വീഡിയോ ആക്കി അതിനാണ് മനസ്സിലാവാ. പെട്ടെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് അടിച്ചിട്ട് പോയി നോക്കാം. ഇപ്പോൾ യൂസർ ഡാറ്റ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂസർ ഡാറ്റ ഏരിയ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് പാർട്ടീഷനാണ് ഇപ്പോൾ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ പാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്ലാഷിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ഓൺ ചെയ്യാം. സമയം എടുക്കും ഓൺ ആവാൻ. സമയം എടുക്കും. ഓണായി വരുന്നുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? വീഡിയോ ഒന്ന് പോസ് ആക്കുന്നുണ്ട്. ഓണായി വന്നിട്ട് അല്ല, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ CPU മുകളിൽ SDM എന്നുള്ള നമ്പർ കഴിഞ്ഞതിന് ശേഷം AB എന്ന് കണ്ടോ? ഈ AB സീരീസ് CPU വരുന്ന, ഇപ്പൊ ഈ സെറ്റിൽ തന്നെ AB AA ഒക്കെ സീരീസ് ഉണ്ടാവും. AB സീരീസ് വരുന്നതിലാണ് NVDATA കറപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് വരാം? എറർ വരാം. ആ കാര്യം നിങ്ങളൊന്ന് മൈൻഡിൽ എവിടെയെങ്കിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. AB സീരീസ് കേട്ടോ, AB സീരീസിലാണ് NVDATA കറപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എറർ സാധാരണ കണ്ടുവരാറുള്ളത്. AB സീരീസ്. CPU പല സീരീസ് ഉണ്ട്. ഇപ്പൊ ഈ 7A തന്നെ AB ഉണ്ടാവും, AA ഉണ്ടാവും, സീരീസുകൾ ഉണ്ടാവും. അപ്പൊ ഇതിൽ AB സീരീസിലാണ് ഈ എറർ വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ സെറ്റ് ഏത് AB ആണ്? ചെയ്ത AB ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മളെ സെറ്റ് എടുത്തോ. വീഡിയോ റെക്കോർഡ് എടുത്തോ. എൻ്റെ കഴിഞ്ഞു. ഇനി വെക്കും അവിടെ കാര്യമില്ല. ഓക്കെ, ഇത് ഒരു കാര്യം പറയാനുണ്ട്. സെറ്റ് ഓൺ ആയിട്ടുണ്ട്. കുറച്ച് നോക്കട്ടോ, നമ്മളെ സെറ്റ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ IMEI കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ഓൺ ആയിട്ടില്ല, ഇപ്പൊ എന്തായി? സെറ്റ് ഓൺ ആയി. കണ്ടോ? MIUI 12.5 യൂസർ ഫയലിൽ തന്നെ എന്തായി? ഓൺ ആയില്ലേ? ഇനി നമുക്ക് ഇതിൽ IMEI ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് അല്ല, ഞാൻ വിചാരിച്ചു എന്താ വെറുതെ ഇവിടെ ഒച്ചപ്പാടുണ്ടാവും. ഞാൻ പേടിച്ച് പൊട്ടിത്തെറിക്കേണ്ടി വിചാരിച്ചു. ചാർജ് ഇല്ല. ഇപ്പൊ NVDATA കറപ്റ്റഡ് എന്നുള്ള ഒരു സെറ്റ് വന്നാൽ ആദ്യം നിങ്ങൾ അതിന്റെ CPU സീരിയൽ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് പ്രശ്നം എന്ന്. സ്കിപ്പ്. ഒന്നുകൂടി ഷെയർ ആക്കാം.
സെറ്റ് ഏകദേശം ഓൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓണായി വരുമ്പോൾ ശരിയൊരു ഹാങ് ഉണ്ടാവും, അറിയാലോ. നമ്മൾ ടൈമ് ചെക്ക് ചെയ്തോ. കണ്ടോ, ഈ സിം ഇട്ടോക്കണ്ടേ? സിമ്മും കൂടി ഇട്ടോക്കാം കേട്ടോ. സിം എടുത്തോണ്ടല്ലോ കേട്ടോ. അപ്പൊ നമുക്കിതിൽ സോറി, സിം കാർഡ് ഒന്ന് ഇട്ടോക്കാം കേട്ടോ. സിം കാർഡ് ഇട്ടോക്കാം. ഇത് സെക്കൻഡ് സിം ഇതല്ലേ? സെക്കൻഡ് സിം ഇട്ടോക്കാം. ഇപ്പൊ സിം ഇവിടെ എടുത്തിട്ടുണ്ട്, കാണുണ്ടോ? സിം എടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് വരുന്നുണ്ടോ നോക്കാം. അയ്യോ, നെറ്റ്വർക്കും വന്നു. അപ്പൊ സക്സസ്, മിഷൻ സക്സസ്. ഓക്കെ, ഏതാ ഒറിജിനൽ ആയി നമ്മൾ റൈറ്റ് ചെയ്യും. റൈറ്റ്. അപ്പോൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ.